ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മദീനയിലെ ഹറം പള്ളിയിൽ റൗള ഷരീഫ് സന്ദർശിക്കാൻ ഒരാൾക്ക് വർഷത്തിലൊരിക്കൽ മാത്രം അവസരം. കൂടുതൽ വിശ്വാസികൾക്ക് പുണ്യസ്ഥലം സന്ദർശിക്കാൻ അവസരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സന്ദർശനത്തിന് തീർത്ഥാടകർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെന്നും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിലെ റൗള ഷരീഫ് സന്ദർശിക്കാൻ തീർത്ഥാടകർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. ഒരു സന്ദർശനം കഴിഞ്ഞ് 365 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സന്ദർശനത്തിന് അനുമതി നൽകുകയുള്ളൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്ഥലപരിമിതി മൂലം പല വിശ്വാസികൾക്കും റൗള ഷരീഫ് സന്ദർശിക്കാൻ പലപ്പോഴും പെർമിറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. സ്വദേശികൾക്കും വിദേശികൾക്കും പുതിയ നിയന്ത്രണം ബാധകമാണ്. നുസുക്ക്, തവക്കൽന എന്നീ ആപ്പുകൾ വഴിയാണ് ഇപ്പോൾ റൗള സന്ദർശനത്തിനുള്ള ബുക്കിംഗ് സ്വീകരിക്കുന്നത്. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ മുഹമ്മദ് നബിയുടെ വീടിന്റെയും പഴയ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ് എന്നറിയപ്പെടുന്നത്. സ്വർഗത്തിന്റെ ഭാഗമായി വിശ്വസിക്കപ്പെടുന്ന ഈ സ്ഥലത്തിന് 22 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമാണുള്ളത്. പള്ളിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയ 8 തൂണുകൾ ഇവിടെ കാണാം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മോഹൻലാൽ നായകനായ ജീത്തു ജോസഫ് ചിത്രം നേരിന്റെ പ്രത്യേക പ്രദർശനം ദോഹയിൽ നടന്നു. ജീത്തു ജോസഫ്, നടൻ സിദ്ദിഖ്, ശാന്തി മായാദേവി എന്നിവർ പങ്കെടുത്തു. ഷോ വിത്ത് സെലിബ്രിറ്റി എന്ന പേരിൽ ഖത്തറിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മോൾ ഓഫ് ഖത്തറിലെ നോവ സിനിമയിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. ഒരേ സമയം നോവ സിനിമയിലെ 2 സ്ക്രീനുകളിൽ സിനിമയുടെ പ്രദർശനം ഒരുക്കിയിരുന്നു. ഖത്തറിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചും ഹർഷാരവും മുഴക്കിയുമാണ് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. റിലീസ് ദിവസം ഖത്തറിലേക്ക് വിമാനം കയറുമ്പോൾ ഏറെ ആശങ്കയുണ്ടായിരുന്നുവെന്നും എന്നാൽ ആദ്യ പ്രദർശനത്തിന് പിന്നാലെ കേരളത്തിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ ആശങ്ക മാറ്റിയെന്നും ചിത്രത്തിൽ പ്രതിനായക വേഷത്തിലെത്തിയ നടൻ സിദ്ദീഖ് പറഞ്ഞു. തികഞ്ഞ ഒരു ആകാംക്ഷയോടും വ്യാകുലതയോടും കൂടിയൊക്കെയാണ് ഞങ്ങൾ വന്നത്. കാരണം എത്ര പ്രതീക്ഷയോടുകൂടിയും എത്ര ഉറപ്പോടുകൂടിയൊക്കെ ഒരു സിനിമ എടുത്താൽ പോലും അത് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് എത്തി പ്രേക്ഷകന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയുന്നത് വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരീക്ഷ എഴുതിയ ഒരു സ്റ്റുഡന്റിന്റെ വേവലാതി ഉണ്ടാകും. മികച്ച ക്രൈം ത്രില്ലർ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ജീത്തു ജോസഫ്, തിരക്കഥയിൽ പങ്കാളിയായ ശാന്തി മായാദേവി, ജോൺ തോമസ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്ക് ഇന്നിലുള്ള ഒരു വിശ്വാസം അത് കളയാതിരിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ സിനിമ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യുന്നത്. എങ്കിലും ചില സ്ഥലത്ത് ചില സമയത്ത് പാളിപ്പോവാം. അവരുടെ കുറേ സീനിയേഴ്സ് അഭിനയിക്കുന്ന ഒരു മൂവിയുടെ കോ റൈറ്റർ ആയിട്ടുള്ള ഡെബ്യൂല് ഖത്തർ ഇവിടെ നിങ്ങളുടെ കൂടെ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ദൃശ്യം 2, 12th മാൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന പുതിയ ചിത്രം കണ്ട് പുറത്തിറങ്ങിയ ചലച്ചിത്രാസ്വാദകർക്കും സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം. അൻവർ പാലേരി, 24 ദോഹ. സമരങ്ങൾക്കിടെ പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തോട് രൂക്ഷമായി പ്രതികരിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. സമചിത്തത ദൗർബല്യമായി കാണരുതെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി CR ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ സഹനം രാജ്യത്ത് കേരള പോലീസിന് മാത്രം. പണി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരോട് നിന്റെയൊന്നും ഔദാര്യമായി കിട്ടിയതല്ല പോലീസ് ജോലി എന്നാണ് പറയാനുള്ളതെന്നും CR ബിജുവിന്റെ കുറിപ്പിൽ പറയുന്നു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവായ നിധിൻ പുല്ലൻ കസ്റ്റഡിയിൽ. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാൾ പിടിയിലായത്. പൊതുമുതൽ നശിപ്പിക്കൽ, വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതിനിടെ ചാലക്കുടി SIക്കെതിരെ കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിൽ റോന്തു ചുറ്റിയ SFI പ്രവർത്തകർക്ക് പോലീസ് പിഴ ചുമത്തിയതാണ് സംഘർഷത്തിന് കാരണം. പ്രകോപിതരായ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പ് തകർത്തു. ജീപ്പിന് മുകളിൽ കയറിയ നിതിൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു, ബീക്കൺ ലൈറ്റ് നശിപ്പിച്ചു. കൂടുതൽ പോലീസ് എത്തി നിതിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി മോചിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് കടന്നുകളഞ്ഞ നിതിനെ ഒല്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് വീണ്ടും പിടികൂടിയത്. കേസിൽ പിടിയിലായ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരായ ജിയോ ഷമീം, ഗ്യാനേഷ്,
സുധീഷ്, വിൽഫിൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ചാലക്കുടി SI അഫ്സലിനെ തെരുവുപട്ടിയെ പോലെ തല്ലുമെന്നായിരുന്നു SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ ഭീഷണി. കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയിലെ തൊടല് പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. പോലീസ് ജീപ്പ് തകർത്തവരെ ന്യായീകരിച്ച് CPIM രംഗത്തെത്തി. SFI പ്രവർത്തകരെ മർദ്ദിച്ച ചാലക്കുടി SI അഫ്സലിനെതിരെ നടപടി വേണമെന്നും CPIM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 24 തൃശൂർ. കേസെടുത്താൽ തോൽക്കില്ല. ഷുവേറിയിൽ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ചോദ്യത്തോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ വിശ്വാസക്കുറവില്ല എന്നും ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ അതുമായി മുന്നോട്ടു പോകണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശം. മാധ്യമങ്ങൾ AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്നതാണ് കേരളത്തിലെ രീതിയെന്ന് ഗവർണറും ആഞ്ഞടിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ 24 റിപ്പോർട്ടർ വിനീത ബീജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്ത നടപടിയാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇത് നിങ്ങളല്ല അവരോടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു? കുറച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. വിനീതയ്ക്കെതിരായ പോലീസ് നടപടിയിൽ പുതുമയില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്നതാണ് രീതിയെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. When you board a plane, you pass through security. And if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was registered in Kerala. What's new about it? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM തീരുമാനിക്കുന്നത് പോലെ മാധ്യമപ്രവർത്തനം നടത്തണമെന്ന്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രതിപക്ഷത്താണെങ്കിലും ഭരണത്തിലിരിക്കുമ്പോഴും മാധ്യമങ്ങൾ അവരെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും, സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇത് ഏകാധിപത്യമാണ്. ഇത് ഡൽഹിയിൽ നടക്കുന്ന അത് തന്നെയാണ്. പ്രതിഷേധ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നത് ലോക്കൽ പോലീസിനും വലിയ തലവേദനയാണ്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കോടതി വിമർശിച്ചിരുന്നു. 24 കൊച്ചി. പ്രതിഷേധ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത ബീജിക്കെതിരെ കേസെടുത്ത നടപടിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷം. സർക്കാർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയുടെ പേരിൽ കേസെടുത്ത പോലീസ് നടപടി തോന്നിവാസമെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേസ് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം സർക്കാർ മറക്കുകയാണെന്ന് ഡോക്ടർ ശശി തരൂർ MP. മാധ്യമപ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ മൗലികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ പിന്നെ അവരുടെ ജോലി എന്താണ്? 24 റിപ്പോർട്ടർ വിനീതയെ അവർക്കെതിരെ കേസെടുത്ത സംഭവം സത്യസന്ധമായി അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസെടുത്തത് എന്നുള്ളത് വളരെയേറെ വിചിത്രമായിരിക്കുന്നു. എന്താണ് ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നം? എന്താണത്? അവരെ എതിരിക്കാൻ പാടില്ലേ? അവരുടെ എതിരെ സംസാരിക്കാൻ പാടില്ലേ? കരിങ്കോടി കാണിക്കാൻ പാടില്ല? അവരെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പാടില്ല? ആൾക്കാർക്ക് പെർമിഷൻ എടുത്തിട്ട് പാതിയിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ പാടില്ല? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ജനാധിപത്യത്തിനെ അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ചൂടാണ്. ഡൽഹിയിൽ ആരെങ്കിലും എതിരായി ശബ്ദിച്ചാൽ അവൻ അകത്താക്കാൻ വേണ്ടിയുള്ള നടപടിയുണ്ട്. അതിനെ എതിർക്കുന്നവരാണ് നമ്മളെല്ലാവരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. പക്ഷെ ഇവിടെ അവരെക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് ഇത്തരം കേസുകളെടുക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പോലീസ് നിലപാടിനെ ന്യായീകരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയാണെന്നല്ല, എന്നാൽ ഒറ്റപ്പെട്ട മാധ്യമപ്രവർത്തകർ ചിലരെങ്കിലും വൈകാരികമായി ഇത്തരമുണ്ടാകുന്ന ഇഷ്യൂസിൻ്റെ
ഭാഗമാകാൻ ചില സന്ദർഭങ്ങളിൽ ശ്രമിക്കാറുണ്ട്. അവർ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ അവർ ആരെങ്കിലും പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിച്ചിട്ട് ശരിയായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് ഇടത് നയമല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നൊരു നിലപാട് പൊതുവായിട്ട് ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ ഒന്നും ഞങ്ങളില്ല. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് CPI മന്ത്രിമാരായ P പ്രസാദ്, K രാജൻ എന്നിവർ പ്രതികരിച്ചു. 24 കൊച്ചി. ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ വൻ തീപിടുത്തം. പാർപ്പിട സമുച്ചയത്തിലാണ് തീപിടിച്ചത്. അപകടത്തിൽ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിലെ കെട്ടിടത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത്. ഇന്റർനാഷണൽ സിറ്റിയുടെ ഫേസ് 2-ലുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ തീ പടരുകയായിരുന്നു. അപകടം സംഭവിച്ച ഉടൻ തന്നെ പോലീസും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. അതോടൊപ്പം കെട്ടിടത്തിലെ മുഴുവൻ താമസക്കാരെയും ഒഴിപ്പിച്ചു. സംഭവത്തിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഏത് രാജ്യക്കാരാണ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പരിക്കേറ്റവരെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം അപകട കാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ദുബായ്. 40 വർഷത്തിലേറെ ഖത്തറിൽ പ്രവാസിയായിരുന്ന തൃശൂർ എടക്കഴിയൂർ സ്വദേശി K മുഹമ്മദ് സെയ്ദ് രചിച്ച നാട്ടിലേക്ക് പറക്കുന്ന പട്ടങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തൃശൂർ സാഹിത്യ അക്കാദമിയിലെ വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ വിജയ് തമ്പി, കവി ഡോക്ടർ C രാവുണ്ണി എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അധ്യാപകനും കവിയുമായ മുരളി മംഗലത്ത് പുസ്തകം പരിചയപ്പെടുത്തി. 4 പതിറ്റാണ്ട് ദോഹയിൽ പ്രവാസിയായിരുന്ന K മുഹമ്മദ് സെയ്ദ് ഇന്ത്യൻ എംബസിയിലും ഖത്തർ ആഭ്യന്തര വകുപ്പിലും വിവർത്തകനായി പ്രവർത്തിച്ചിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഫൈസൽ ബാവ, മാധ്യമപ്രവർത്തകരായ വനിതാ വിനോദ്, ഷിനോജ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. UAE-യിലെ പെരുമ്പടപ്പ് സ്വദേശികളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് പെരുമ്പടപ്പിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു. ഷാർജയിലെ ഡൽഹി പ്രൈവറ്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത്. യുണൈറ്റഡ് പെരുമ്പടപ്പ് രക്ഷാധികാരി ഷംസു കൈതക്കാട്ടയിൽ, ഇബ്രാഹിം കുട്ടി, സക്കീർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 10 ടീമുകളാണ് മത്സരിച്ചത്. യുണൈറ്റഡ് NBC ജേതാക്കളായി. ടൂർണമെന്റിലെ താരമായി മുജീബ് ഐരൂർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷോബ് ഖത്തറിന്റെ 5ാം പതിപ്പിന് പുതുവർഷ ദിനത്തിൽ തുടക്കമാകും. അടുത്ത മാസം 27 വരെയാണ് മേള. യുവർ ഷോപ്പിംഗ് പ്ലേ ഗ്രൗണ്ട് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഷോപ്പ് ഖത്തറിന്റെ 5ാം പതിപ്പിനാണ് പുതുവർഷ ദിനത്തിൽ തുടക്കമാകുന്നത്. പ്ലേസ് വെന്തോം, ദോഹ ഫെസ്റ്റിവൽ സിറ്റി, മോൾ ഓഫ് ഖത്തർ, ഹയാത്ത് പ്ലാസ, സിറ്റി സെന്റർ മാൾ, ലാൻഡ്മാർക്ക് മാൾ, തവാർ മാൾ, അൽ ഹസം മാൾ, മുഷേരിബ് ഗലേറിയ, ഗൾഫ് മാൾ, അൽക്കോർ മാൾ, ലഗൂണ മാൾ, UDC, ദി പേൾ ഖത്തർ എന്നിവയുൾപ്പെടെ 13 മോളുകളാണ് ഷോപ്പ് ഖത്തറിൽ പങ്കാളികളാവുക. പ്രശസ്ത മ്യൂസിക് ബാൻഡായ റൂഹൽ ഷർക്കിന്റെ സംഗീത പരിപാടിയോടെ ആരംഭിക്കുന്ന മേളയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും. പ്ലേസ് വെന്തോ മാളിലെ ഡാൻസിംഗ് ഫൗണ്ടെയിനുകളിൽ നിർമ്മിച്ച സ്റ്റേജിലാണ് സംഗീത പരിപാടികൾ നടക്കുക. ഉദ്ഘാടന ദിവസം ആവേശകരമായ പരേഡുകളും മത്സരങ്ങളും ആസ്വദിക്കുന്നതോടൊപ്പം വിജയികൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ നേടാനും അവസരമുണ്ടാകും. എല്ലാ ആഴ്ചയും നടക്കുന്ന റാഫിൽ നറുക്കെടുപ്പാണ് മറ്റൊരാകർഷണം. 4 ആഡംബര കാറുകൾക്ക് വ്യത്യസ്ത തുകകളിലുള്ള ക്യാഷ് പ്രൈസുകൾ, മറ്റു സമ്മാനങ്ങൾ തുടങ്ങിയവയാണ് നറുക്കെടുപ്പിൽ വിജയികളെ കാത്തിരിക്കുന്നത്. 4 ഭാഗ്യശാലികൾക്ക് 50,000 ഖത്തർ റിയാലും 8 വിജയികൾക്ക് 20,000 ഖത്തർ റിയാൽ വീതവും 12 വിജയികൾക്ക് 10,000 ഖത്തർ റിയാലും സ്വന്തമാക്കാൻ അവസരമുണ്ടാകും. സന്ദർശകർക്ക് ഇൻവോയ്സുകൾ റിഡീം ചെയ്യാനും വൗച്ചറുകൾ നേടാനും കഴിയുന്ന റിഡംഷൻ ബൂത്തുകൾ മാളുകളിലുടനീളം സജ്ജീകരിക്കും. ജനുവരി 27-ന് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഷോപ്പ് ഖത്തറിന്റെ സമാപന ചടങ്ങും അവസാനവട്ട റാഫിൽ കൂപ്പൺ നറുക്കെടുപ്പും നടക്കുക. സമാപന ചടങ്ങിൽ ആകർഷകമായ വിവിധ പരിപാടികളും അരങ്ങേറും. അൻവർ പാലേരി, 24 ദോഹ. മലങ്കര സഭയുടെ കൽക്കത്ത ഭദ്രാസനാധിപനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റുമായ അഭിവന്ദ്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപൊലിത്തയ്ക്ക് കുവൈത്തിൽ സ്വീകരണം നൽകി. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ക്രിസ്മസ് പുതുവത്സര ശുശ്രൂഷകൾക്കായാണ് അദ്ദേഹം കുവൈത്തിലെത്തിയത്. മഹാ ഇടവക വികാരി ഫാദർ ബിജു ജോർജ് പാറയ്ക്കൽ, ട്രസ്റ്റി ജോജി P ജോൺ, സെക്രട്ടറി ജിജു P സൈമൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകളിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് തെരുവ് യുദ്ധമായി മാറി. മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കവേ പോലീസ് മുന്നറിയിപ്പില്ലാതെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട KPCC അധ്യക്ഷൻ K സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി കല്ലെറിഞ്ഞു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DGP ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. KPCC അധ്യക്ഷൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പ്രവർത്തകർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. കല്ലേറ് രൂക്ഷമായതോടെ നേതാക്കളിരിക്കുന്ന വേദിയിലേക്കും ജലപീരങ്കി നീണ്ടു. മുന്നറിയിപ്പ് പോലുമില്ലാതെ തുടർച്ചയായി കണ്ണീർവാതകവും പ്രയോഗിച്ചു. വേദിയിലുണ്ടായിരുന്ന നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പ്രവർത്തകരും DCC ഭാരവാഹികളും ചേർന്ന് മുതിർന്ന നേതാക്കളെ മാറ്റി. ശ്വാസതടസ്സം നേരിട്ട KPCC അധ്യക്ഷൻ K. സുധാകരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നിപ്പോൾ സീനിയർ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴാണ് ഈ ടിയർ ഗ്യാസും അതുപോലെ ഈ വെള്ളം ചാറ്റിയതുമൊക്കെ കേരളത്തിൽ ഇന്നുവരെ ഒരു സർക്കാരും ഒരു പോലീസും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്ന് ഇതിനെതിരെ അവർ നടത്തിയത്. നേതാക്കൾ പിരിഞ്ഞുപോയ ശേഷവും പ്രവർത്തകർ ഏറെ നേരം പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചു. പിന്നീട് KPCC ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നേമമണ്ഡലത്തിലെ നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നുപോയ വഴിയിൽ കറുത്ത വസ്ത്രങ്ങളടിഞ്ഞ് ചാണ്ടിയുമ്മൻ MLA ഒറ്റയാൾ പ്രതിഷേധം നടത്തി. പ്രദേശത്ത് DYFI പ്രവർത്തകർ സംഘടിച്ചെങ്കിലും പോലീസ് സുരക്ഷയിൽ കസേരയിലിരുന്നാണ് ചാണ്ടിയുമ്മൻ പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് ചാണ്ടിയുമ്മൻ മടങ്ങി. 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ പോലീസ് തന്നെ വ്യക്തിപരമായി ഉന്നം വെച്ചെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP. പോലീസ് ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചെന്ന് ശശി തരൂർ MP ആരോപിച്ചു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കായികമായി നേരിട്ട് കൊണ്ടല്ലേ അവർ പോകുന്നത്, ഗുണ്ടകളെ വെച്ചല്ലേ നടക്കുന്നത്. ഭയങ്കരമായ ശ്വാസം മുട്ടലുണ്ടായി. ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ജാഥ വന്ന് യോഗം തുടങ്ങുകയായിരുന്നു. സംശയമില്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും അടിച്ചത്. ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. MP മാരാണ്. ആ 6 MP മാരും 4-5 MLA-മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് ഷെൽ അടിക്കാൻ പാടും. അത് മാത്രമല്ല ഭയങ്കര ഹൈഗ്രേഡ് ആയിരുന്നു. കോൺഗ്രസിന്റെ DGP ഓഫീസ് പ്രതിഷേധത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരനെ 1-ാം പ്രതിയാക്കി കേസെടുത്ത് പോലീസ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസിൽ 2-ാം പ്രതിയാണ്. രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, പാലോട് രവി, ജെബി മേത്തർ തുടങ്ങിയ നേതാക്കളെയും കേസിൽ പ്രതി ചേർത്തു. കണ്ടാലറിയാവുന്ന 500ഓളം പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെയാണ് KPCC DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സമരങ്ങൾക്കിടെ പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തോട് രൂക്ഷമായി പ്രതികരിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. സമചിത്തത ദൗർബല്യമായി കാണരുതെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി CR ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ സഹനം രാജ്യത്ത് കേരള പോലീസിന് മാത്രം. പണി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരോട് നിന്റെയൊന്നും ഔദാര്യമായി കിട്ടിയതല്ല പോലീസ് ജോലി എന്നാണ് പറയാനുള്ളതെന്നും CR ബിജുവിന്റെ കുറിപ്പിൽ പറയുന്നു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.